അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ എല്ലാ ബുധനാഴ്ചകളിലും നമ്മൾ പോകുന്ന ഉംറ പാക്കേജിൽ നമുക്ക് നമ്മുടെ വർഷങ്ങളായിക്കൊണ്ട് എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ അമീറാണ് അബ്ദുൽ ലത്തീഫ് ക. അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം എന്നതുകൊണ്ട് ഈ ഉംറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്ന ഓരോ വിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളും അദ്ദേഹം ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് ബസ് യാത്രയിലാണ് അമീറായി കൊണ്ടുപോയത്. ഫ്ലൈറ്റിൽ നാട്ടിൽ നിന്നും പോയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് കാര്യങ്ങൾ നിങ്ങളുമായി പറയാമെന്നുള്ള ഒരു ഉദ്ദേശമാണ്. ഇവിടുന്നും അതായത് പ്രത്യേകിച്ച് യു എയിൽ നിന്നും പോകുന്നത് ബസ് മാർഗവും അതുപോലെ തന്നെ ഫ്ലൈറ്റ് മാർഗവുമാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഈ ഉംറയ്ക്ക് പോകുന്ന ഹാജിമാർ എന്തെല്ലാം കരുതിയിരിക്കണം എന്നത് നമുക്ക് നമ്മുടെ മുതിർന്ന നമ്മുടെ അമീറായ അബ്ദുൽ ലത്തീഫ് കയോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്കാണ്. കാരണം ഓരോ ആളുകളും ഉംറയ്ക്ക് പോകുമ്പോൾ എന്താണോ കരുതേണ്ടതും അവൻ്റെ മനസ്സിൻ്റെ നെയ്യത്തുകളും എല്ലാം തന്നെ നമ്മുടെ ഇബാദത്തുകൾ എങ്ങനെ പൂർത്തീകരിക്കും ഉംറ എങ്ങനെ പൂർത്തീകരിക്കും എന്നുള്ളത് അബ്ദുൽ ലത്തീഫ് സാഹിബ് നിങ്ങൾക്ക് ഇൻഷാ അള്ളാഹ് വിവരിച്ചു തരും. കുറേ ഉംറ പാക്കേജുകളിൽ ബസ്സിൽ ലീഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ അമീറായി മുദീറായിക്കൊണ്ട് നിങ്ങൾ പോയി. നിങ്ങൾക്ക് ബസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇപ്പോൾ ദുബായിൽ നിന്ന് നമ്മൾ യാത്ര തിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് അറിയേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ചോദിക്കാനുള്ളത്. അതേപോലെ തന്നെ ഇപ്പം കുറേ ആളുകൾ ദുബായിൽ നിന്ന് ഉംറയ്ക്ക് പോകാമെന്നുള്ള അതായത് GCC കൺട്രിയിൽ നിന്നും പോകാമെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ സാമ്പത്തിക പ്രശ്നമുള്ള ആളുകളുണ്ടാവും, അതേപോലെ സാമ്പത്തികം ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെ കാറ്റഗറി അനുസരിച്ച് കൊണ്ട് ചില ആളുകൾ ഫ്ലൈറ്റിൽ പോകും, ചില ആളുകൾ ബസ്സിൽ പോകും. ബസ്സിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അവിടെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് ഒരു ബസ്സിൽ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരക്കാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു മെസ്സേജ് അതിൻ്റെ കാര്യമായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ബസ്സിൽ പോകുമ്പോൾ വളരെയധികം ചില ആളുകൾക്ക് ചിലപ്പം ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടായിക്കൂടാ എന്നില്ല. കാരണം വെച്ചാൽ അത് യാത്രയാണ്. ബസ്സിൻ്റെ പോകുമ്പോൾ എന്തായാലും ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതെന്താണ്, നമ്മൾ നല്ലൊരു അമലിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. മക്കയിലേക്ക് ഉമ്മർക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ള നിയത്തിൽ നമ്മൾ ക്ഷമ കൈക്കൊണ്ടാൽ ഒരു പ്രശ്നമില്ല. പിന്നെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തരണം ചെയ്യാൻ കഴിയും. ഏറ്റവും വലിയത് നമ്മളെന്താണെന്ന് വെച്ചാൽ ക്ഷമ കൈക്കൊള്ളുക. അത് വഴിയിൽ ബസ് താമസിച്ചാൽ, അതുപോലെ തന്നെ ബസ് ഏതെങ്കിലും പോയിന്റിൽ നിർത്തിയാൽ, വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബസ്സുകാരുമായിട്ട് സഹകരിച്ചുകൊണ്ട് പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ല. അതുപോലെ തന്നെ ബോർഡറിൽ കുറച്ച് സമയം പിടിക്കും, അത് സ്വാഭാവികമാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അറബി ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. അവരവരുടെ സൗകര്യത്തിന് മാത്രമേ കാര്യങ്ങൾ നീക്കുള്ളൂ. നമ്മൾ കാത്തു നിൽക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. ചിലപ്പോൾ നമുക്ക് അസ്വസ്ഥത വരാം. അത് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തരണം ചെയ്യേണ്ടത് പഠിച്ചവൻ, ഇത് അള്ളാഹു നമുക്കൊരു പരീക്ഷണമാണ്. അതുകൊണ്ട് എല്ലാവരും ആ സമയത്ത് ഹാജിമാരാണ്, നമ്മളെല്ലാവരും ദുആയിൽ ഏർപ്പെടുക. ദിക്ർ, സലാത്ത് ഇതൊക്കെ ക്ഷമിക്കാണ്ട് ഒരു രക്ഷയില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മുതൽ ഇങ്ങോട്ട് ക്ഷമയുടെ ഭാഗമാണ്. ഉംറയും ഹജ്ജും ഇതൊക്കെ ക്ഷമയാണ്. അതുകൊണ്ട് നമ്മൾ പരീക്ഷണങ്ങളിൽ പതറിപ്പോവാതെ ഈ അതിർത്തികളിലും അതുപോലെ തന്നെ യാത്രയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്താൽ അൽഹംദുലില്ലാഹ് നമുക്ക് നല്ല രീതിയിൽ ഒരു ഉംറ ചെയ്ത് വരാൻ വേണ്ടി കഴിയുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ രീതിയിലായിരിക്കണം പോകാൻ തയ്യാറാവേണ്ടത്. ബസ്സിൽ പോകുന്നവർ അത് ബഡ്ജറ്റ് പാക്കേജ് ആയതുകൊണ്ട് അതിൻ്റേതായ രീതിയിലുള്ള സൗകര്യങ്ങളെ തരാൻ കഴിയുള്ളൂ. മക്കയിൽ 3 സ്റ്റാറാണ് തരുന്നത്. മദീനയിൽ നോർമലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, തർക്കമില്ലാത്ത റൂമുകളൊക്കെയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയാക്കുന്നത്. അതുകൊണ്ട് ഭക്ഷണം നമ്മൾ ഇപ്പം തൽക്കാലം ഭക്ഷണം ഈ ഗ്രൂപ്പിലില്ല. ഭക്ഷണം നിങ്ങൾക്ക് നല്ല ഹോട്ടലുകൾ കാണിച്ചു തരാനേ ഇപ്പം കഴിയുള്ളൂ. നല്ല മലയാളികളുടെ ഹോട്ടലൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ക്ഷമയോടുകൂടി പോകാൻ തയ്യാറാവാം. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം അധികം ഉംറ യാത്രയിൽ ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. ചില ആളുകൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ചില കാര്യങ്ങൾക്കൊക്കെ ലേറ്റ് ആകുമ്പോഴേക്കും, അതേപോലെ തന്നെ ബോർഡറിൻ്റെ പ്രശ്നമാകുമ്പോൾ ഡ്രൈവർമാർ ചിലപ്പോൾ നിർത്തിയിട്ടിട്ട് എന്തെങ്കിലും എയർ ചെക്കിങ്ങോ കാര്യങ്ങൾക്കോ ആവശ്യങ്ങൾക്കോ ഒക്കെ പോകുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ ഡിസേർട്ട് കൂടി മരുഭൂമി കൂടി ഓടുന്ന സമയത്ത് വാഹനമൊക്കെ ചിലപ്പോൾ വേറെ വാഹനം കംപ്ലൈൻ്റ് ആകുമ്പോൾ ഈ വണ്ടി അതിനെ സഹായിക്കാൻ വേണ്ടി നിർത്തുമ്പോൾ ചില ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായി കൊണ്ട് നമ്മൾ വിളിക്കുന്നത് കാണാം. അതേപോലെ തന്നെ ഈ ഡ്രൈവർമാരെന്ന് പറയുന്ന ഒരു
സൗദി പിന്നെ ഈ റൂട്ടിൽ ഓടുന്ന ഡ്രൈവർമാർ സത്യം പറയുകയാണെങ്കിൽ സമ്മതിക്കണം. കാരണം അവർ ഒരു ബുധനാഴ്ചൻ്റെ അന്ന് പോയിട്ട് പിന്നെ അതായത് വ്യാഴാഴ്ച അവിടെ വൈകിട്ടോടെ എത്തുന്നു. അതേ വാഹനം മദീനയിലേക്ക് വെള്ളിയാഴ്ച പോയിട്ട് വെള്ളിയാഴ്ച അവിടുന്ന് ആളെടുത്ത് ശനിയാഴ്ച ദുബായിലെത്തുന്നു. അങ്ങനെയുള്ള ഓട്ടം വരുമ്പോൾ ഡ്രൈവർമാർക്ക് ചില സമയങ്ങളിൽ ഹാജിമാരോട് ചിലപ്പം ഒരു സ്ട്രോങ് ആയിക്കൊണ്ട് സംസാരിക്കേണ്ടി വരും, അവിടെ നേരം വൈകുന്നത് കൊണ്ടും ഓൾറെഡി നേരം വൈകിയത് കൊണ്ടൊക്കെ. അങ്ങനെയൊക്കെ ഒരു അഭിപ്രായം കേൾക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ വാസ്തവം എന്താണ് അതിൻ്റെ കാര്യങ്ങൾ ഡ്രൈവർമാരായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള? ഡ്രൈവർമാരായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു തരത്തിൽ നോക്കിയാൽ ഡ്രൈവർമാർ നിരപരാധികളാണ്. അവർ വേഗം വരാൻ വേണ്ടി പറയുന്നത് അരമണിക്കൂർ നിങ്ങൾക്ക് സമയം തന്നിരിക്കുന്ന നിസ്കാരവും ഭക്ഷണവും അരമണിക്കൂർ തന്നിരിക്കുന്നു പറഞ്ഞാൽ ആ അരമണിക്കൂറിൻ്റെ മുമ്പേ തന്നെ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ല. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മളെ ആൾക്കാർ എന്താ സ്വാഭാവികമായിട്ട് ചെയ്യാന്ന് വെച്ചാൽ അവിടെ ഇവിടെയും കറങ്ങാൻ പോയിട്ട് നമ്മൾ സമയത്തിനെ പറ്റി ചിന്തിക്കാറേ ഇല്ല. നമ്മളാണ് വെറുതെ സമയം വേസ്റ്റാക്കി നമ്മൾ ഡ്രൈവർമാർ ആകെ ടെൻഷനാക്കി. ഡ്രൈവർക്ക് വ്യാഴാഴ്ച അവിടെ പോയി വെള്ളിയാഴ്ച അവിടെ നാളെ എടുത്ത് വരേണ്ട തിരക്ക് അവൻ്റെ ഹൃദയത്തിലുണ്ടാവും. വേറെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ള അവരൊരു ഫൈൻ്റെ കാര്യം പറയുന്നുണ്ട്. അവർ ശമ്പളത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളാണ്. അവരിവിടെയൊക്കെ ദുബായിലേക്ക് എത്തുമ്പോഴേക്കും സൗദിയിൽ ഇപ്പോൾ ദുബായിലുള്ള ഫൈൻ ഇല്ലാവുന്നുണ്ട്. ദുബായിലുള്ള ആൾക്കാർക്കും സൗദി രജിസ്ട്രേഷൻ സൗദിയിലും ഫൈനുണ്ട്. അപ്പം അവർക്ക് ഫൈൻ്റെ ഒരു വിഷയം കൂടി വണ്ടി നിർത്തി കൊടുക്കുന്ന സ്ഥലത്തൊരു കംപ്ലൈൻറ്റ് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് പിന്നെ ഇഷ്ടപ്പെട്ട സ്ഥലത്തല്ലല്ലോ നമ്മൾ നിർത്താൻ പറ്റുക. അവർക്ക് പിന്നെ നിർത്താൻ പറ്റിയ പാർക്കിങ്ങിൽ മാത്രമേ ബസ് നിർത്താൻ പാർക്കിംഗ് മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫുഡ് കഴിക്കാനോ ബാത്റൂമിൽ പോകാനോ അതിനുള്ള അലോട്ടുള്ളൂ അല്ലേ? ഫുഡ് കഴിക്കാനും പിന്നെ വാഷ്റൂം പോകാനുള്ള സൗകര്യം ഉള്ള സ്ഥലത്ത് മാത്രമേ അവർ നിർത്തുള്ളൂ. കാരണം വെച്ചാൽ അവർക്ക് പാർക്കിംഗ് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യം ഉള്ളിടത്തിലേ നിർത്താൻ പറ്റുള്ളൂ. റോഡുമ്പോൾ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പെട്രോൾ പമ്പുകളിലാണ് ഹോട്ടലുകൾ ഉണ്ടാവുക. ആ പെട്രോൾ പമ്പുകളിലെ ഹോട്ടലുകളിൽ നിന്ന് പെട്രോൾ ഡീസൽ അടിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും വാഷ്റൂമിൽ പോകാനും സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നിർത്തിയിട്ട് അവർ ചില സമയത്ത് ആ നിർത്തുന്ന സ്ഥലത്ത് ചിലപ്പം വാഷ്റൂമിൻ്റെ ലഭ്യത കുറവുണ്ടാവും. പിന്നെ മസ്ജിദിൽ ചിലപ്പം ആണുങ്ങൾക്ക് മാത്രം നിസ്കരിക്കാനുള്ള മസ്ജിദേ ഉണ്ടാവും. പക്ഷെ അത് പെണ്ണുങ്ങളും കൂടി സഹകരിപ്പിച്ചിട്ട് പെണ്ണുങ്ങൾക്ക് ഒരു സൈഡിൽ മാറ്റി കൊടുക്കലാണ് സാധാരണഗതിയിൽ. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അത് അവരറിയുന്നില്ല. ഇങ്ങനെ അവരെത്തിപ്പെടുന്നത് ആ സമയത്ത് ടൈം കിട്ടിയിട്ട് എത്തിപ്പെടുന്നത് അവിടെ ആയിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ എന്താക്കണം, നമ്മളത് സൗകര്യപൂർവ്വം ക്ഷമിക്കുക. അതില്ലാണ്ട് അതിലപ്പുറം ഒരു വർത്തമാനം പറയാനില്ല. ക്ഷമ ആണ് മെയിൻ. ബസ്സിൽ പോകുമ്പോൾ മെയിനായിട്ട് ക്ഷമ നിർബന്ധം. അതൊരു ശരിക്കും നമ്മളെ ഇബാദത്ത് തകർക്കാനുള്ള ഒരു വഴികളിൽ. കാരണം നമ്മൾ നല്ലൊരു ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്നൊരു പിന്നെ ഒരു കുഞ്ഞിനെ പോലെയാണ് ഉംറ കഴിഞ്ഞ് തിരിച്ചു വരാന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴേ നമ്മൾ ഓരോ പ്രഷറും ഇഷ്കിലും അതേപോലെ തന്നെ പിന്നെ പിശാജിന്റെ അത് വളരെ ശ്രദ്ധിക്കേണ്ട. പിശാജിന്റെ ഷർറ് നമുക്കെതിരായിട്ട് വല്ലാണ്ടുണ്ടാകും. കാരണം വെച്ചാൽ നമ്മളേതായാലും ഇതിൽ നിന്ന് ജോലികളിൽ നിന്നും കച്ചവടത്തിൽ നിന്നെല്ലാം വിട്ടിട്ട് നമ്മൾ ഉംറയ്ക്ക് വേണ്ടി പോയി. നല്ലൊരു അമലാണ്. ഇത്ര നാളും നമ്മൾ ചെയ്ത ഇബ്ലീസ് നമ്മളെ ചെയ്താൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇബ്ലീസിനാകെ വെപ്രാളായിരിക്കും. ആ സമയത്ത് ഇബ്ലീസ് എന്താക്കും, പിന്നെ ഉണ്ടാക്കാൻ നമ്മളെ അമലുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടികളാണ്. എന്താണ്, ദേഷ്യം പിടിപ്പിക്കുക, മറ്റുള്ളവരോട് ചൂടാവുക, ഡ്രൈവറോട് ചൂടാവുക, വണ്ടിയിൽ വെച്ചിട്ട് ലേശം താമസിച്ച് പോകുമ്പോഴത്തേക്ക് അതിന് ചൂടാവുക. അതൊക്കെ നമ്മൾ ഉംറയുടെ അമലിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാരണവശാലും ഞാൻ ആയിട്ട് ഈ ഉംറേനെ നശിപ്പിക്കില്ല, എൻ്റെ ഉംറേനെ ഞാൻ നശിപ്പിക്കില്ല. ഞാൻ ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെ ആവണം എന്നുള്ള നിയത്തോടു കൂടി ഒരാളെ തീരുമാനിച്ചാൽ അവിടെ ഒരു പ്രശ്നമില്ല. ക്ഷമ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പിന്നെ അത് ഉംറ കഴിഞ്ഞാലും അത് നമുക്ക് ഉപകാരപ്പെടും. കാരണം എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ക്ഷമയോടുകൂടിയുള്ള സംസാരം നമ്മളിൽ നിന്ന് വരും. ശുദ്ധ പ്രകൃതിയിലെ ഒരു കുഞ്ഞെങ്ങനെ അതുപോലെ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെ നമുക്ക് വേണ്ടത് നമ്മളെ അതായത് ഉംറ സ്വീകരിക്കപ്പെടണം എന്നുള്ള ചിന്തയാണ് ഓരോ വിശ്വാസികൾക്കും ഉണ്ടാണ്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണോ, ഇത്ര പ്രയാസം ഒരു നമ്മൾ ചിന്തകളിൽ വരും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടാവുമല്ലോ. അവർക്ക് സാമ്പത്തികമായിട്ട് അവനക്ക് കഴിവുണ്ടെങ്കിൽ അവന് ഫ്ലൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നൂറുൽ ഹയാത്തിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ തിങ്കളാഴ്ചയും സൗദി എയർലൈൻസിൽ പോയിട്ട് അതുപോലെ തന്നെ ശനിയാഴ്ച തിരിച്ചു വരുന്ന 3 നൈറ്റ് മക്കയിലും 2 നൈറ്റ് മദീനയിലുമായി കൊണ്ടുള്ള പ്രീമിയം പാക്കേജ് ഉണ്ട്. 2 സ്റ്റാർ മുതൽ 4 സ്റ്റാർ 5 സ്റ്റാർ വരെയുള്ള ഫെസിലിറ്റി ഉള്ള ഹോട്ടലുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ റേറ്റുകളുണ്ട്. അതേപോലത്തെ മക്കയിൽ നിന്നും മദീനയിലേക്ക് മെട്രോ ട്രെയിൻ. അപ്പോൾ നമ്മുടെ സാമ്പത്തികം എങ്ങനെയാണോ അതിനനുസരിച്ച് കൊണ്ട്
ഓരോരുത്തർക്കും യൂസ് ചെയ്യാൻ പറ്റും. അതല്ല ചില ആളുകൾ നമ്മൾ മനസ്സുകൊണ്ട് ചിലപ്പോൾ വിചാരിക്കും അങ്ങനെ പോകുമ്പോൾ അങ്ങനെ പ്രശ്നം പോകുന്ന സമയത്തെ ഇറിറ്റേഷൻ ആയിക്കൊണ്ട് ബുദ്ധിമുട്ടായിക്കൊണ്ട് നമ്മളെ ഇബാദത്തുകൾ ഇല്ലാതെ ആക്കുന്ന ഒരു ഈ വാഹനത്തിൽ പോകുന്ന ഒരു 20% ആളുകളും അങ്ങനെ കാണാറുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞ ആളായത് കൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. നമുക്കും അതേപോലെ തന്നെ കോളുകൾ വരാറുണ്ട്, ആളുകൾ മനസ്സിലാക്കി കൊടുക്കും, അപ്പോൾ ആളുകൾ ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് നമുക്ക് മീക്കാത്തായിട്ട് ലഭിക്കുന്നത് ശരിക്കും ഇവിടെ തായിഫാണ്. തായിഫിൽ വെച്ചിട്ടാണ് നമ്മളെ മറ്റേ കാര്യങ്ങളൊക്കെ കുളിച്ച് ഇഹ്റാം ചെയ്യുക. അവിടെ നിന്ന് കുളിച്ചിട്ട് നിസ്കാരത്തിൽ അതിനുശേഷം ഒരു നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ എന്താണ്, നിസ്കാരത്തിൻ്റെ സമയമാണെങ്കിൽ ളുഹറിൻ്റെ സമയത്ത് അവിടെ എത്തിയെങ്കിൽ ളുഹർ നിസ്കരിക്കുക, പള്ളിയിൽ പോയി ഇമാം ജമാഅത്തെ നിസ്കരിക്കുക. അതല്ല പള്ളിയിൽ നമ്മൾ കയറുന്നുണ്ടെങ്കിൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുക. ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബുകളിലും നമുക്കില്ല. അതുകൊണ്ട് എന്താക്കണം, നമ്മൾ നിസ്കരിക്കൽ നിർബന്ധമല്ല, അവിടെ സുന്നത്തും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വാഹനത്തിൽ കയറിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വാഹനത്തിൽ കയറിയതിനു ശേഷമാണ്, അതായത് നമ്മൾ കുളിച്ച് എല്ലാം തന്നെ വസ്ത്രമൊക്കെ ധരിച്ചതിന് ശേഷം വാഹനത്തിൽ കയറിയിട്ട് വാഹനത്തിൽ വെച്ചിട്ടാണ് നമ്മൾ നിയത്ത് പറയാ. അത് സാധാരണ എല്ലാ നിയത്തുകളും നമ്മൾ മനസ്സിൽ കരുതലാണ്. പക്ഷേ ഈ ഉംറയുടെ നിയത്ത് നമ്മൾ വായ കൊണ്ട് ഉച്ചരിക്കൽ പ്രത്യേക സുന്നത്താണ്. നമ്മൾ മനസ്സിൽ കരുതി വായ കൊണ്ട് ഉച്ചരിക്കണം ഉംറയുടെ നിയത്ത്, ഉംറയുടെയും ഹജ്ജിന്റെയും. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ നബൈത്തുൽ ഉംറത അഹ്റംതു ബിഹാ ലില്ലാഹി തആല എന്ന് പറയാം. പിന്നെ ലബ്ബൈക ഉംറത്തൻ ലബ്ബൈക്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഇതാണ് തൽബിയത്ത്. ഈ തൽബിയത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം, തവാഫ് വരെ തുറന്നുകൊണ്ടിരിക്കണം. എവിടെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ മുടികൾ പറിച്ച് കളയരുത്. നമ്മൾ ബോധപൂർവ്വം മുടി പറിച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നഖം കടിച്ച് തുപ്പിയാൽ, അതൊക്കെ ഉംറയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഉംറയുടെ ഫിദിയ കൊടുക്കേണ്ടി വരും. ഒരു മുടിയാണ് നമ്മൾ പിടിച്ച് പറിച്ച് കൊഴിച്ചെങ്കിൽ ഒരു മുടിക്ക് ഒരു മുദ്ദ അരി കൊടുക്കണം. 2 മുടി പോയി കഴിഞ്ഞാൽ 2 മുദ്ദ കൊടുക്കണം. 3 മുടിയാണ് നമ്മൾ പറിച്ച് കളഞ്ഞെങ്കിൽ ആട്ടിനറക്കണം. ആട്ടിനറുത്തിട്ട് ഫിദിയ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പക്ഷികളെയും ജീവികളെയും ഒന്നും എന്ത് ചെയ്യാൻ അല്ല, വേട്ടയാടാൻ പറഞ്ഞു, എറിഞ്ഞു കൊല്ലാനോ ഒന്നും പാടില്ല. അതുപോലെ തന്നെ ഹറമിൽ കാണുന്ന ചെടികളുടെ ഇലകൾ നുള്ളിപ്പറിക്കുക, ഇതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അതെല്ലാം നമ്മൾ നിയന്ത്രിക്കണം. പിന്നെ കല്യാണാലോചന നടത്താൻ പാടില്ല, പിന്നെ നിക്കാഹ് ചെയ്യാൻ പാടില്ല ഇഹ്റാമിൽ. അതുപോലെ തന്നെ ഹറമിൽ നമ്മൾ തവാഫ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒതുവോടുകൂടിയായിരിക്കണം തവാഫ്. ഒതു ഇല്ലെങ്കിൽ തവാഫ് ശരിയാവില്ല. ഒതുവോടുകൂടി നമ്മൾ തവാഫ് ചെയ്ത് ഇടത് ഭാഗം എപ്പോഴും കായബത്തിനെ കൊള്ളയായിരിക്കണം. ഇടത് ഭാഗം തിരിഞ്ഞു പോകാൻ പാടില്ല, വലത് ഭാഗം ഹറമിനെ കൊള്ളയും. അതുപോലെ തന്നെ കായബത്തിൻ്റെ കില്ല പിടിച്ചിട്ട്, അതുപോലെ തന്നെ ഹജർ ഇസ്മായിൽ പിടിച്ചിട്ടൊന്നും നടന്നാൽ തവാഫ് സഹിയാവില്ല. തവാഫ് 7 ചുറ്റുമ്പോഴത്തേക്ക് ഒരു തവാഫ് പൂർത്തിയാവും. ആ 7 തവാഫ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ 2 റക്അത്ത് മക്കാം ഇബ്രാഹിമിൻ്റെ ബേക്കിൽ സുന്നത്ത് നിസ്കരിക്കുക. പിന്നെ അതുപോലെ തന്നെ റുക്കുൻ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ എന്നുള്ള ദുആ അധികരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് എന്തെല്ലാം അള്ളാഹുവിൻ്റെ അടുത്ത് ചോദിച്ച് വാങ്ങാനുണ്ടോ അതെല്ലാം നമ്മൾ ചോദിച്ച് വാങ്ങിക്കോളാം. വേറൊന്ന് പ്രത്യേകിച്ച് ഓരോ ചില ആളുകൾ കാണാം അവിടെ ഓരോ തവാഫിലും ഒന്ന് വെറുതെ വായ കൊണ്ട് പറയാമെന്നല്ലാണ്ട് അത് എന്തില്ല, അവർ ഹൃദയം കൊണ്ട് വരില്ല. അതുകൊണ്ട് നമ്മൾ ഹൃദയം കൊണ്ട് എന്ത് ചെയ്യുക, അള്ളാഹിനോട് ചോദിക്കുക. 7 ചുറ്റിയതിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ സൈ ചെയ്യാൻ വേണ്ടി സഫയിലേക്ക് പോവുക. സഫയിൽ നിന്ന് മർവയിലേക്ക് പോകുമ്പം ആ പച്ച ലൈറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ലേശം സ്പീഡിൽ നടക്കുക. അത് കഴിഞ്ഞ് മർവയിലെത്തുമ്പോഴത്തേക്ക് ഒന്നായി, മർവയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അങ്ങനെ തന്നെ പച്ച ലൈറ്റിലിരുന്ന് സ്പീഡാക്കുക. സഫയിലെത്തുമ്പോഴത്തേക്ക് 2 അങ്ങനെ 7ാമത്തെ തവാഫ് സൈ കഴിയുക മർവയിലായിരിക്കും. മർവയിൽ നമ്മളത് കഴിഞ്ഞ് നമ്മൾ ഉംറ അവിടെ കഴിയാൻ പോവാണ്. ഉംറ കഴിയാന്ന് വെച്ചാൽ തഹല്ലുലാവണം, മുടി മുറിക്കണം. ആ മുടി മുറിച്ചതോടുകൂടി ആണുങ്ങളുടെ മുടി മുഴുവനായിട്ടും കളയലാണ് റസൂലുള്ളാഹിൻ്റെ സുന്നത്ത്. പെണ്ണുങ്ങൾ ഒരു തുഞ്ച് ചെറിയൊരു വിരലിൻ്റെ അത്രയും മതി, വിരലിൻ്റെ പകുതി. അത് കഴിഞ്ഞ് നമ്മളത് റൂമുകളിൽ എത്തിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ഈ ഉംറക്ക് ഒരാൾ പോകാൻ വേണ്ടി നെയ്യത്ത് വെച്ചു, ഉംറക്ക് പോകാൻ വേണ്ടി പിന്നെ അടുത്തുള്ള ഏജൻസി പോയി പേയ്മെൻ്റൊക്കെ ചെയ്ത് കൺഫേം ആക്കി കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യങ്ങളാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. അതിൽ പിന്നെ നമ്മൾ ഉംറ എങ്ങനെ നിർവഹിക്കും എന്നതും അതുപോലെ തന്നെ ഉംറക്ക് എങ്ങനെയാണ് പുറപ്പെടേണ്ടത് രീതികളും ആണ് നമുക്ക് ഇനി അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പിന്നെ ഉംറയിൽ പിന്നെ പോകുന്ന സമയത്ത് ഇവിടുന്ന് കുളിച്ചിട്ട് അങ്ങനെ പിന്നെ നെക്കൊക്കെ വെട്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് കാണാണല്ലോ പോകാനുള്ളത്. അതിൻ്റെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും.
ഉംറക്ക് പുറപ്പെടാൻ ഉദ്ദേശിച്ച ആൾ മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പും വേണം. അത് മാനസികമായ തയ്യാറെടുപ്പ് എന്ന് വെച്ചാൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയോ ആളുകൾക്ക് കഴിയാത്തൊരു അമല് ചെയ്യാൻ വേണ്ടി അള്ളാഹു നമ്മളെ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ ആ തിരഞ്ഞെടുത്തത് നമ്മൾ പൈസേൻ്റെ മഹത്വം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ സൗന്ദര്യം കൊണ്ടോ ഒന്നുമല്ല. അള്ളാഹു നിങ്ങളെ വിളിയാളം കേട്ട് നിങ്ങൾ തീരുമാനിച്ചു, അള്ളാഹു പറഞ്ഞു ഇവനെ ഉംറ ചെയ്യിപ്പിക്കണം എന്ന അള്ളാഹുവിൻ്റെ ഈ കണക്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉംറക്ക് പോകും. അപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? കുളിച്ച് നമ്മളെ നഖം വെട്ടണം കുളിക്കുന്നതിന് മുമ്പേ, അതായത് പോകുന്നതിൻ്റെ തലേ ദിവസം നഖം വെട്ടുക, പിന്നെ ഔറത്ത്, അതുപോലെ തന്നെ കക്ഷം, മീശരോമം, ഇതൊക്കെ വെട്ടേണ്ടത് വെട്ടുക, വടിക്കേണ്ടത് വടിക്കുക, അങ്ങനെ ക്ലീനാക്കണം. ആ ക്ലീനാക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പോകേണ്ടത്. ഇഹ്റാമിൻ്റെ തുണിയൊന്നും ഇവിടുന്ന് വേണമെന്നില്ല. അവിടെ ഇവിടുത്തേക്കാളും വില കുറച്ചിട്ട് നമുക്ക് അവിടെ തായിഫിൽ കിട്ടും, മീക്കാത്തിൽ കിട്ടും. അപ്പോൾ ഇഹ്റാമിൻ്റെ സൗകര്യം പോലെ ഇവിടുന്ന് വാങ്ങുന്നതിന് പ്രശ്നമില്ല. പക്ഷേ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. അവിടെ ആകുമ്പോൾ വില കുറഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ ഉംറയുടെ തുണിയൊക്കെ വാങ്ങാം. വേറെ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇഹ്റാം കഴിഞ്ഞാൽ സുഗന്ധദ്രവ്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നിയത്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. കൈ കഴുകുമ്പോൾ വാഷ്റൂമിലെല്ലാം പോയി കഴിഞ്ഞാൽ ആളുകൾ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകും, അത് പാടില്ല. അതുപോലെ തന്നെ അത്തർ ഉപയോഗിക്കാൻ പാടില്ല. ഒരു കാരണവശാലും കുളിച്ചു കഴിഞ്ഞാൽ ഇഹ്റാം ഡ്രസ്സിൽ എന്ത് ചെയ്യരുത്? അത്തർ പറ്റരുത്. ശരീരത്തിൽ പറ്റൽ സുന്നത്താണ്. പിന്നെ ഒരു കാരണവശാലും തുണിയിലാകരുത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പല്ല് തേക്കുന്നത് പോലും സുഗന്ധമുള്ള പേസ്റ്റ് കൊണ്ടാണെങ്കിൽ പാടില്ല. സുഗന്ധമില്ലാത്ത പേസ്റ്റുകൾ കിട്ടാൻ, അതുകൊണ്ട് പിന്നെ മിസ്വാക്ക് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പേസ്റ്റ് ഉപയോഗിക്കാതിരിക്കുക. സുഗന്ധദ്രവ്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. വെളിച്ചെണ്ണ, എണ്ണ ഉപയോഗിക്കരുത്. ഈ തലയിൽ എണ്ണ തേക്കുന്ന സ്വഭാവമുള്ള ആളുകളുടെ അതെല്ലാം ഒഴിവാക്കണം നേരത്തെ. കുറേ അറിവുകൾ തന്നു. പക്ഷേ നമുക്ക് ആ മീക്കാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് കുറേ ശുചിമുറികൾ ഉണ്ടാവും അല്ലേ? ഇഷ്ടം പോലെ. മാഷാ അല്ലാഹ്. അവിടെ പെണ്ണുങ്ങൾക്ക് വരണ്ട്, ആയിരക്കണക്കിന് ശുചിമുറികളുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഓരോ വർഷവും ഇങ്ങനെ കൂടി വരികയാണ് അവിടെ. എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞ് നമ്മളെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നമ്മളെ അറമിലേക്ക് പോവുക, അല്ല റൂമിലേക്ക് പോവുക? ആദ്യം നമ്മൾ റൂമിലേക്കാണ് പോവുക. റൂമിൽ നമ്മളെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടി താഴെ ലോബിയിൽ വന്ന് ഒന്നിച്ചിട്ട് പിന്നെ നിർദ്ദേശിക്കുക. ആ സമയത്ത് ലോബിയിൽ വരും എല്ലാവരും കൂടി. ഒന്നുകിൽ നടന്നിട്ട് പോവാണെങ്കിൽ ഒരു 10-14 മിനിറ്റ് കൊണ്ട് എത്തും. ബസ്സിലാണ് പോകുന്നതാണെങ്കിൽ പിന്നെ അടുത്ത ഒരു 10 മിനിറ്റ് നടക്കാം. 4 മിനിറ്റിന്റെ ഓട്ടേ ഉള്ളൂ. ഉണ്ട്, അതാണ് നല്ലത്. നടന്നിട്ട് പോകുമ്പോൾ ഈ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ഒരു പ്രത്യേക ഒരു ഉന്മേഷമാണ്. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് ഒരു പിന്നെ ചരിത്രപ്രധാനമായ സ്ഥലങ്ങൾ കാണാന്നുള്ളത്, വികാരപരമായ കാര്യങ്ങളാണല്ലോ അതൊക്കെ. അപ്പോൾ നമ്മളെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ചരിത്രത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ ഉംറ കഴിഞ്ഞ അടുത്ത സന്ദർശക സ്ഥലം. ആ സ്ഥലത്തേക്കൊക്കെ നമ്മൾ എപ്പോഴാണ് ശരിക്കും നമ്മളെ പോവാറുള്ളത്? അത് നമ്മൾ അവിടെ വ്യാഴാഴ്ച എത്തിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ് ശനിയാഴ്ചയും കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ ഒരു 7-8 മണീൻ്റെ ഉള്ളിൽ നമ്മൾ സിയാറത്ത് കേന്ദ്രങ്ങളിലേക്ക്, പിന്നെ അറഫ, മീന, മുസ്തലിഫ, ജബൽ സൗർ, ജബൽ റഹ്മ, ഇവിടെയെല്ലാം നമ്മൾ സിയാറത്ത് ചെയ്യും. ജബൽ നൂർ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് റൂമിലേക്ക് എത്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം സാധാരണ ചിലപ്പോൾ അന്ന് തന്നെ വൈകുന്നേരം മക്കയുടെ ഹറമിന്റെ ചുറ്റുവട്ടത്തിലെ പിന്നെ ജന്നത്തുൽ മുഅല്ല, അതെന്റെ സ്പെഷ്യൽ. മറ്റേ അതല്ലാതെ എടുത്ത ചരിത്ര സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അതിലൂടെ നടക്കുമ്പോ തന്നെ വളരെയധികം കാലത്തെ ഒരു പ്രത്യേക ഒരു അനുഭൂതി. സ്ഥലങ്ങൾ അവിടെ നടക്കുമ്പോ തന്നെ മനസ്സിലാക്കാൻ സാധ്യത. സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്നറിയപ്പെടുന്ന വീട്, അതേപോലെ തന്നെ ജനാസ കൊണ്ടുപോകുന്നതും അതേപോലെ അങ്ങനെയുള്ളൊക്കെ സംഭവങ്ങളും കാര്യങ്ങളും ഇങ്ങനെ വരുന്നതും അതിലൂടെ പള്ളിയിലേക്ക് ജനത്തിൽ മുയലിലേക്ക് കൊണ്ടുവന്നതൊക്കെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ചന്ദ്രൻ പടർത്തിയ സ്ഥലം, പിന്നെ ജബൽ അബി ഖുബൈസ് എന്ന് പറഞ്ഞൊരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് റസൂലുള്ളാഹിന്റെ വലിയൊരു മുജിസത്തായ ചന്ദ്രൻ 2 പടർപ്പാക്കി. ആ ചന്ദ്രനെ പടർപ്പാക്കുന്നത് കണ്ടിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നൊരു രാജാവ്, പിന്നെ ചേരമാൻ പെരുമാൾ മക്കയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച ഒരു സഹാബിയായി. അത് നമ്മൾ അഭിമാനിക്കാവുന്നത്. കാരണം കേരളത്തിൽ നിന്ന് അന്ന് കാലത്തെ കേരളത്തിൽ നിന്ന് ഒരു പ്രത്യേകത ഉണ്ട്. ഏതെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവും റസൂലുള്ളാഹിന്റെ സഹാബിയായിട്ടും ഒരു നല്ലൊരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് വന്ന് അയാൾ പിന്നെ
മസ്കത്തിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നത് കേരളത്തിൽ. അദ്ദേഹത്തിന്റെ കബറട ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അല്ല, കബറട സന്ദർശിക്കാൻ വേണ്ടി മാത്രമല്ല പോയത്, നമ്മൾ സലാലയിൽ ഒരു ട്രിപ്പായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഈ പിന്നെ ഈ കൃഷിയിടങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കാൻ പോകുന്ന നമ്മളെ നാടിനെ തനിയാർന്ന നാടിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള വാഴകൃഷികളും അങ്ങനെയുള്ള ചെമ്പരുത്തി അങ്ങനെയുള്ള നാടന്നെ കാണുന്നത്. ആ പോകുന്ന ഇതിലാണ് ഈ ഒരു കബറിടം കാണാൻ സാധിച്ചത്. അപ്പൊ അത് കണ്ടു. പിന്നെ മാഷാ അല്ലാ, പിന്നെ ഞാൻ ചോദിക്കാൻ വരുന്ന ഒരു കാര്യം, നമ്മൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമല്ലോ. പക്ഷെ ആ പോക്കെന്ന് പറഞ്ഞ ആളുകൾക്ക് ഹൃദയം പറിച്ചെടുക്കണ പോലെ ഇരിക്കും അല്ലേ? ശരിക്കും അവിടെ വന്ന ആളുകൾക്ക് മക്കയിൽ നിന്ന് പോവാന്ന് പറയുമ്പോ ഇനി ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടുമോ, അള്ളാന്റെ പിന്നെ വിധി ഉണ്ടാവോ ഇങ്ങോട്ട് വരാൻ, ഇങ്ങനെ സെലക്ട് ചെയ്യുമോ എന്നുള്ള ആളുകൾക്ക് അതും വിടവാങ്ങൽ തന്നെ പറയാൻ പറ്റും. എന്നാലും മാഷാ അല്ലാ, ആളുകൾ പോകുന്ന സമയത്ത് ഏറ്റവും വലിയൊരു ബദർ യുദ്ധം നടന്ന സ്ഥലം ഉണ്ടല്ലോ, അത് നമ്മളെ പിന്നെ ഈ ഒരു ബഡ്ജറ്റ് പാക്കേജിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ ആളുകൾ അവിടുന്ന് നിങ്ങളോട് പറയാറുണ്ട് തോന്നുന്നു, പിന്നെ നമുക്ക് ഉസ്താദെ പോകണം. അപ്പോൾ പിന്നെ ആളുകളൊക്കെ പറയുമ്പോൾ ഉസ്താദ് പിന്നെ സ്പെഷ്യലായി കൊണ്ട് കാണിക്കലുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അതെങ്ങനെയാണ് ചെയ്യാറ്? അതിന് നമ്മള് ബസ് ഡ്രൈവർമായിട്ട് സംസാരിക്കും. അപ്പൊ അവർക്ക് സ്പെഷ്യലായിട്ട് പൈസ കൊടുക്കണം. 100-500 റിയാൽ കൊടുത്താൽ അവർ കൊണ്ടുപോകും. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ആദ്യമൊക്കെ വരാറുണ്ടായിരുന്നു. ഇപ്പൊ 2-3 പ്രാവശ്യമായിട്ട് ആളുകൾ പൈസ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് അവർ പോകില്ല എന്ന് പറഞ്ഞാൽ അവർ നേരെ ഹൈവേ കൂടി തന്നെ മദീനത്തേക്ക് പോകും. മദീനത്തിലുള്ള പ്രധാനപ്പെട്ട ഫസ്റ്റ് തന്നെ നമ്മൾ പോകുന്ന കുബാ മസ്ജിദിലാണ്. കുബാ മസ്ജിദ് 2 റക്അത്ത് സുന്നത്ത് അന്നത്തെ ദിവസം തന്നെ മദീന സിയാറത്ത് ഫിനിഷ് ആക്കും. ബുധനാഴ്ച ഫുൾ ഫിനിഷ് ആക്കും. 2 റക്അത്ത് കുബാ മസ്ജിദിൽ വെച്ച് നിസ്കരിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സ്വീകരിക്കപ്പെട്ട ഉംറ ചെയ്തതിന് തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൊണ്ടും അവിടുന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിപ്പിക്കാറുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് സഭാ മസ്ജിദ് എന്നിട്ട് കന്തക്കലുള്ള സഭാ മസ്ജിദ് കാണിച്ചു തരാനേ കഴിയും. അവിടെ നിർത്താൻ പോലീസുകാർക്ക് സമ്മതിക്കുന്നില്ല. അതുപോലെ തന്നെ കിബിലത്തേന്റെ സ്ഥലത്ത് പണ്ട് നിർത്താറുണ്ടായിരുന്നു, ഇപ്പം ബസ് നിർത്താൻ സമ്മതിക്കുന്നില്ല. കാറിലോ പോയി കഴിഞ്ഞാൽ ബസ് നിർത്താൻ സമ്മതിക്കുന്നില്ല. ഇപ്പൊ അവിടെ പണി നടന്നുണ്ട്, വലിയൊരു മസ്ജിദ് വേറെ വരുന്നുണ്ട്. അതുകൊണ്ട് കിബിലത്തേന്റെ പള്ളീൻ്റെ അടുത്ത് അവിടെ കാണിച്ചു കൊടുക്കാൻ പിന്നെ സ്പെഷ്യലായിട്ട് ടാക്സിയൊക്കെ വിളിച്ചിട്ട് ആൾക്കാർ വരും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഉഹദിൽ ജബൽ റുമാത്ത് അമ്പെയ്ത്തുകാർ നിന്ന സ്ഥലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ദീനിനൊരു ചെറിയ പരാജയം സംഭവിച്ച യുദ്ധം. വിജയവും പിന്നീട് പരാജയവും. റസൂലുള്ളാഹിൻ്റെ ഒരു വാക്കിന് ചെറിയൊരു വ്യതിരിക്തം വന്നതുകൊണ്ട് അത് പിന്നെ സഹാബാക്കൾ ഇറങ്ങി വന്നു. 70 ആളോളം ഉണ്ടായിരുന്നു ജബൽ റുമാത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ചുറ്റോട് ചുറ്റും ഈത്തപ്പന തോട്ടങ്ങളാണ്. ഈത്തപ്പന തോട്ടത്തിൽ കൂടി ഇവർക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ജബൽ റുമാത്തിൻ്റെ മുകളിലേക്ക് ആളെ നിർത്തിയത്. പക്ഷേ ജബൽ റുമാത്തിൽ നിന്ന് ആളെ ഇറങ്ങുമ്പോഴത്തേക്ക് ഖാലിദ് ഇബ്നു വലീദ് എന്ന് അന്ന് പിന്നെ ശത്രുക്കളുടെ നേതാവായിട്ടുള്ളത് യുദ്ധതന്ത്രജ്ഞൻ നേതാവ് അബൂ സുഫിയാൻ തന്നെ. അങ്ങനെ അവിടുന്ന് ഇവരെ വന്ന് ആക്രമിക്കുകയും മിസ്അബ് ഇബ്നു ഉമൈർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖച്ഛായുള്ളൊരു സഹാബിയായിരുന്നു. അപ്പോൾ മിസ്അബ് ഇബ്നു ഉമൈർ എന്ന് പറഞ്ഞാൽ മക്കയിലെ രാജകുമാരനായിരുന്നു. ഒരുപാട് സുഗന്ധദ്രവ്യങ്ങളുടെയും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ രാവിലെ ഒരു ദിവസം 3-4 വസ്ത്രങ്ങൾ മാറി മാറി ധരിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അങ്ങനത്തെ അവർ അവിടെ വന്ന് ഉഹദ് യുദ്ധത്തിൽ പിന്നെ ഈ മിസ്അബ് ഇബ്നു ഉമൈറിൻ്റെ തല കട്ടിച്ചായിരുന്നു. അപ്പോൾ അന്നത്തെ ഇവർ മക്ക ശത്രുക്കൾ പറഞ്ഞ് ഇതാ നമ്മൾ മുഹമ്മദിനെ വധിച്ചിരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മുഖച്ഛായുള്ള മിസ്അബിനെയാണ് വധിച്ചത്. അങ്ങനെ റസൂലുള്ളാഹിക്ക് പല്ല് ഷഹീദായി ആ യുദ്ധത്തിൽ. റസൂലുള്ളാഹിക്ക് മുറിവൊക്കെ പറ്റി. സഹാബാക്കൾ അവിടെ നിന്ന് കുറച്ച് അപ്പുറത്തുള്ള ഒരു ഗുഹയിലേക്ക് കൊണ്ടുപോയി നിർത്തി. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്ന സ്ഥലമാണത്. പിന്നെ മിസ്അബ് ഇബ്നു ഉമൈർ മരിച്ച് മയ്യത്ത് മറമാടുന്ന സമയത്ത് കഫൻ തുണിക്ക് ഒറ്റ തുണിയേ ഉള്ളൂ. ആ തുണി കൊണ്ട് മറച്ചു വെക്കും. തല മറക്കുമ്പം കാല് മറക്കുമ്പോൾ തല മറിയില്ല. അങ്ങനെ അവസാനം റസൂലുള്ളാഹി പറഞ്ഞ് കാല് പുല്ല് കൊണ്ട് മറക്കാനും തലയിൽ തുണി കൊണ്ട് മറക്കാനും പറഞ്ഞിട്ട് അങ്ങനെ ആണ് ദഫൻ ചെയ്തത്. പിന്നെ ഹംസ റളിയല്ലാഹു അൻഹു വഫാത്തായത് ഉഹദിലാണ്. അങ്ങനെ 70ഓളം സഹാബാക്കൾ അവിടെയാണ് ഷഹീദായത്. ശരിക്കും നേരിൽ കണ്ട് ഒരു ചരിത്രം പഠിക്കണം, മനസ്സിലാക്കാൻ അതിന്റെ വികാരം അനുസരിച്ചു കൊണ്ട് അവിടെ നിന്ന് മനസ്സുകൊണ്ട് കരയുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഉംറക്ക് വന്ന ആളുകൾ ഇങ്ങനെ പൊട്ടി അടന്ന് പിന്നെ ഉമ്മാത്തിന്റെ അടുത്ത് എത്തിയിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ വെള്ളം കൊടുക്കൂടാ വീണ ആൾക്കാരൊക്കെ മുഹബത്താണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ഉംറയുടെ പരിപൂർണമായുള്ള ആളുകൾക്ക് കിട്ടേണ്ട മെസ്സേജുകൾ ഇത് ഈ വീഡിയോയിലൂടെ കിട്ടിയിട്ടുള്ള പ്രതീക്ഷ ഉണ്ട്. പക്ഷേ ഒരു കാര്യം കൂടി നമ്മൾ ഇപ്പോൾ മക്കയിൽ തന്നെ ഉസ്താദ് ഇപ്പം പിന്നെ
സ്പെഷ്യലായിക്കൊണ്ട് പിന്നെ നമ്മളെ ഈ പാക്കേജിലില്ലാത്ത സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മദീനയിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് പോയി ടാക്സിയിൽ കൊണ്ടുപോയിട്ട് അവർക്ക് കാണിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ. അതൊക്കെ എവിടെയായിരുന്നു? അത് ഉഹദിലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇരുത്തിയ ഗുഹ, പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാം കൊണ്ടുപോയിട്ട് ഇരുത്തിയ ഒരു മലയുണ്ട്, ആ മല, പിന്നെ ഖന്തക്ക് യുദ്ധത്തിൻ്റെ സമയത്ത് റസൂലുള്ളാഹിക്കും സഹാബാക്കും ഭക്ഷണം കൊടുത്ത ജാബിർ റളിയല്ലാഹുവിൻ്റെ വീട്, പിന്നെ റസൂലുള്ളാ ഒരു പ്രാവശ്യം ഖന്തക്കിൽ വിജയം ഉറപ്പായപ്പോൾ റസൂലുള്ളാ പോയിട്ട് പിന്നെ ശുക്രിൻ്റെ സുജൂദ് ചെയ്ത സ്ഥലമുണ്ട്, ഒരു മല. ആ മലയിൽ ഇപ്പോൾ ആൾക്കാർ പോയിട്ട് ശുക്രിൻ്റെ സുജൂദ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ അത് കാണിച്ചു കൊടുക്കും. പിന്നെ റസൂലുള്ളാഹിൻ്റെ ശരീരം കുളിപ്പിച്ച, മയ്യത്ത് കുളിപ്പിച്ച ആ കിണർ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ, തോട്ടം, ഈ സൽമാൻ ഫാരിസി റളിയല്ലാഹുവിൻ്റെ തോട്ടം, ഈത്തപ്പനത്തോട്ടം, അതും വലിയ ചരിത്രമുള്ളതാണ്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞൊരു ജൂത പണ്ഡിതന്മാരായിരുന്നു അറിഞ്ഞതാണ്, ഇങ്ങനെ റസൂലുള്ളാഹി ഒരു നബി വരുന്നുണ്ട്, ആ നബീൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ സദക്ക സ്വീകരിക്കില്ല, പിന്നെ അതുപോലെ തന്നെ ചൂടായ നമ്മൾ അങ്ങോട്ടേക്ക് ചൂടായാലും ഇങ്ങോട്ടേക്ക് ചൂടാവില്ല. നമ്മൾ പിന്നെ റസൂലുള്ളാഹി ഈ നബീൻ്റെ പുറത്ത് ഖാത്തിമുൽ അംബിയ എന്നുള്ള സീലുണ്ടാവും. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ കാണാൻ വേണ്ടി വന്നതാ. അപ്പോൾ അങ്ങനെ നേരത്തെ ഒരു തോട്ടത്തിൽ അവിടെ നിന്ന് പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇയാൾ അടിമയായിട്ട് പിടിച്ചു അടുത്ത മദീനയിലുള്ള ജൂതന്മാർ അടിമയായിട്ട് പിടിച്ച്, അങ്ങനെ ഇവർ റസൂലുള്ളാഹിൻ്റെ അടുത്ത് സദക്കയായിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഈത്തപ്പഴം കൂലിയാണ്. ആ കൂലി ഈത്തപ്പഴം കൊണ്ട് കൊടുത്ത് പിന്നെ റസൂലുള്ളാഹിക്ക് ഇത് എൻ്റെ വകയിൽ സദക്കയാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ് സഹാബാക്കെല്ലാം വാങ്ങിക്കൊടുത്ത്, സദക്ക റസൂലുള്ളാഹി ഭക്ഷണം കഴിക്കില്ല എന്നത്. പിറ്റേ ദിവസം കിട്ടിയ ഈത്തപ്പഴം കൊണ്ടുവന്നിട്ട് ഇതെൻ്റെ ഹദിയയാണ് സമ്മാനം. അപ്പോൾ റസൂലുള്ളാഹി കഴിച്ച്, സഹാബക്കളെല്ലാം കഴിച്ച്, അതിനുശേഷം ഇവർക്ക് ഇതറിയണം ഖാത്തിമുൽ അംബിയ എന്നുള്ള സീലുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് നോക്കി അങ്ങനെ ഒരാളെ മയ്യത്ത് മറമാടുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്ക് അതും കണ്ട്, അങ്ങനെ ഇവരെ സംഭവം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ് ഇവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഭൂമിയുടെ ഉടമയോട് പറയണമെന്ന് പറഞ്ഞു. പോയി പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞ്, ഞാൻ മോചിപ്പിക്കണമെങ്കിൽ എനിക്ക് ഇവൻ പണിയെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ 300 ഈത്തപ്പനകൾ നടണം. 300 ഈത്തപ്പന നട്ടിട്ട് ആ 300 ഈത്തപ്പനയും കുലച്ച് കായ്ച്ച് പറിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇവനെ വിടുള്ളൂ എന്നാണ്. ഈ 300 ഈത്തപ്പന നട്ട് കഴിഞ്ഞാൽ അത് കായ്ക്കണമെങ്കിൽ 5 വർഷം പിടിക്കും ഏകദേശം. ഈ 5 വർഷം പണിയെടുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അയാൾ പറഞ്ഞത്. പക്ഷേ റസൂലുള്ളാഹി സഹാബാക്കളോളം പറഞ്ഞ് ഈത്തപ്പന കൊണ്ടുപോവാ, എല്ലാവരും കൂടി വെച്ച് പിടിപ്പിച്ച് 1 വർഷം കൊണ്ട് ഈത്തപ്പന മൂത്ത് പഴുത്ത് കുലച്ച് എല്ലാം പറിച്ച്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഈ പൂവുടമ വന്ന് നോക്കി നോക്കുമ്പോഴത്തേക്ക് എല്ലാം ശരിയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒരു പന മാത്രം പഴുത്തിട്ടില്ല, അതിൻ്റെ മുകളിൽ കായ ഉണ്ടായിട്ടില്ല, ചീഞ്ഞു പോയി. അപ്പോൾ ഇയാൾ പറഞ്ഞ് ആ ഈത്തപ്പനയും കൂടിയും വന്നതിന് ശേഷം ഞാൻ എന്താക്കുള്ളൂ, വിടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി ഈത്തപ്പന കൊണ്ടുവരാൻ പറഞ്ഞ് റസൂലുള്ളാഹിൻ്റെ ഒരുപാട് മുജിസത്ത് കാണിച്ചതിൽ ഒരു മുജിസത്ത് ഇതാണ്. ഈ ഈത്തപ്പനൻ്റെ മരം അവിടെ നട്ട് രാവിലെ നട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ നമ്മൾ കായ ഉണ്ടായി പഴുത്ത് പറിച്ച്. അപ്പോൾ അങ്ങനെ സൽമാൻ ഫാരിസിനെ മോചിപ്പിച്ചു. അതാണ് സൽമാൻ ഫാരിസിന്റെ പിന്നെ തോട്ടം എന്ന് പറയുന്നത്. പക്ഷേ ആ തോട്ടം മരങ്ങളെല്ലാം പോയി, വേറെ പുതിയ മരങ്ങളാണ്. മാഷാ അല്ലാഹ്. എന്തായാലും അൽഹംദുലില്ലാഹ് ഒരു നല്ലൊരു പിന്നെ ഒരു കാര്യങ്ങൾ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒരാൾക്ക് ഉംറക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ലഘുവായ, ഇനി പറഞ്ഞാൽ തീരൂല അത്രത്തോളം ഉണ്ട് പറയാൻ. എന്നാലും ഒരു ലഘുവായ രീതിയിലാണ് നമ്മൾ ലത്തീഫ് ഉസ്താദ് നിങ്ങളോടുമായി കൊണ്ട് സംസാരിച്ചത്. മാഷാ അല്ലാഹ്. പിന്നെ ഇനി കൂടുതലായിട്ട് ആളുകൾക്ക് ഉംറക്ക് വരാനും പിന്നെ താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നൂറുൽ ഹയാത്ത് ടൂറിസമായി ബന്ധപ്പെടുക. ഇൻഷാ അല്ലാഹ് ബഡ്ജറ്റായി കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഉംറ പാക്കേജ് എല്ലാവർക്കും ഉൾക്കൊണ്ട് പോകാൻ പറ്റിയ ഒരു പാക്കേജാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും സഹകരിക്കുക. അസ്സലാമു അലൈക്കും.